1.6 ലക്ഷം കോടി രൂപയുടെ ഷെയറുകൾ വിറ്റഴിച്ച് ഒരു കൂട്ടർ പിന്മാറുന്നു. അതേസമയം 7.7 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് മറ്റൊരു ടീം മാർക്കറ്റ് പിടിച്ചെടുക്കും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ ടക്ക് ഓഫ് വാർ ആണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റ് വിട്ടുപോകുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ നെഞ്ചിൽ ഒരു പിടച്ചിലാണ്. നമ്മുടെ എല്ലാം ഇൻവെസ്റ്റ്മെന്റുകൾ സേഫ് ആണോ? ഈ വലിയ പണത്തിന്റെ കളിയിൽ അവസാനം ആരാണ് ജയിക്കാൻ പോകുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ഈ സാഹചര്യത്തിൽ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അടുത്തതായിട്ട് എന്ത് ചെയ്യണം? അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യം തന്നെ നമുക്ക് ഈ വലിയ സെല്ലിംഗിന്റെ കണക്കുകളിലേക്ക് പോകാം. FIIs, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, 2025 ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചത് ഏകദേശം 2.1 ലക്ഷം കോടി രൂപയാണ്. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വാർഷിക വിൽപ്പനകളിൽ ഒന്നാണ്. കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗ്രോത്തിൽ വലിയൊരു പങ്ക് വഹിച്ച ഇതേ FIIs ആണ് ഇപ്പോൾ കൂട്ടത്തോടെ ഷെയറുകൾ വിറ്റൊഴിഞ്ഞ് പുറത്തു പോകുന്നത്. അപ്പോൾ എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത്? ഇതിന് പല കാരണങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായിട്ട് അമേരിക്ക പോലെയുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പലിശ നിരക്ക് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് ബോണ്ടുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ലാഭകരമായിട്ട് തോന്നുന്നത്. രണ്ടാമതായിട്ട് ഇന്ത്യൻ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ, അതായത് വില കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന് അവർ കരുതുന്നു. ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവും ഗ്ലോബൽ തലത്തിലുള്ള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും എല്ലാം അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കാരണങ്ങളായിട്ട് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സേഫും അട്രാക്റ്റീവുമായിട്ടുള്ള മറ്റ് അവസരങ്ങൾ കാണുമ്പോൾ പണം പിൻവലിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്ര വലിയൊരു എമൗണ്ട് ഒന്നിച്ച് പുറത്തേക്ക് പോകുമ്പോൾ മാർക്കറ്റ് തകർന്ന് തരിപ്പണമാകേണ്ടതാണ്. പക്ഷെ അവിടെയാണ് ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിറ്റൊഴിയുന്ന ഓരോ ഷെയറും വാങ്ങിക്കൂട്ടാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണമൊഴുക്കുമായിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് രംഗത്തുണ്ട്. DIIs, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഈ പേര് കേട്ട് ആരും പേടിക്കണ്ട, ഇത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. നമ്മളുടെ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് പോളിസികളും പെൻഷൻ സ്കീമുകളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമാണ് DIIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ച് ഒഴുക്കി കൊണ്ടുവരുന്നത്. വിദേശികൾ 2.1 ലക്ഷം കോടി രൂപയ്ക്ക് വിറ്റപ്പോൾ നമ്മുടെ DIIകൾ 2025 വാങ്ങി കൂട്ടിയത് ഏകദേശം 7 ലക്ഷം കോടിയുടെ ഷെയറുകളാണ്. ഇത് ഫോറിനേഴ്സ് വിറ്റതിന്റെ 3 ഇരട്ടിയിലധികം വരും. ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇത്രയൊരു വലിയ മൂവ്മെന്റ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ ഇന്ത്യൻ പണത്തിന്റെ കുത്തൊഴുക്കിന്റെ ബാക്ക് ബോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ പലരും എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യുന്ന SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളാണ്. 2025 ആദ്യമായിട്ട് ഒരു വർഷത്തെ SIP ഇൻവെസ്റ്റ്മെന്റ് 3 ലക്ഷം കോടി രൂപ കടന്നു. ഓരോ മാസവും ആയിരക്കണക്കിന് കോടി രൂപയാണ് സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് SIP വഴി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പണമാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തിരികെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഫോറിനേഴ്സ് മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഇമ്പാക്ട് താങ്ങാൻ ഇന്ത്യൻ മാർക്കറ്റിനെ സഹായിക്കുന്ന ഒരു വലിയ സപ്പോർട്ട് വാൾ പോലെയാണ് ഈ ഒരു SIP മണി ഫ്ലോ പ്രവർത്തിക്കുന്നത്. ഈ FIDA പോരാട്ടത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 2025 മാർച്ചിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഷെയർ ഹോൾഡിംഗിന്റെ കാര്യത്തിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഓവർടേക്ക് ചെയ്തു. അതായത് ഇന്ത്യൻ കമ്പനികളിൽ കൂടുതൽ ഷെയറുകൾ ഇപ്പോൾ ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെയാണ്. ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. മുൻകാലങ്ങളിൽ FIAകൾ പണം പിൻവലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് കുത്തനെ വീഴുമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. ഫോറിനേഴ്സ് വിറ്റാലും ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ നേരിടാനും മാർക്കറ്റിന്റെ സ്റ്റേബിൾ ആക്കാനുമുള്ള ഫൈനാൻഷ്യൽ പവർ ഇന്ന് നമ്മുടെ ഡൊമസ്റ്റിക് സ്ഥാപനങ്ങൾക്കുണ്ട്. 2025 ഫോറിനേഴ്സ് റെക്കോർഡ് സെല്ലിംഗ് നടത്തിയിട്ടും നമ്മുടെ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 9 മുതൽ 10% വരെ നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിന് നൽകുന്ന കോൺഫിഡൻസും സ്റ്റെബിലിറ്റിയും തീർച്ചയായിട്ടും വളരെ വലുതാണ്. ചുരുക്കത്തിൽ മാർക്കറ്റിന്റെ കൺട്രോൾ നമ്മുടെ കൈകളിലേക്ക് തിരികെ വരികയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്തിനു വിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അതിലും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് DIIകൾ ഇത്ര കോൺഫിഡൻസോടെ വാങ്ങിക്കൂട്ടുന്നത് എന്ന് കൂടിയാണ്. ഉത്തരം ഏതാണ്ട് സിമ്പിൾ ആണ്. ഇന്ത്യയുടെ ഗ്രോത്തിലുള്ള ഉറച്ച വിശ്വാസം ഒന്നാമതായിട്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ഗ്ലോബൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവുന്നവരാണ്. എന്നാൽ DIIകൾ, അത് നമ്മളുടെ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടേം വിഷനിലാണ്. ഇന്ത്യൻ എക്കണോമിയുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണെന്ന് അവർക്കറിയാം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ട് തുടരുകയാണ്. നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് ശക്തമാണ്. കോർപ്പറേറ്റ് ഏർണിംഗ്സ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെല്ലാം ഉപരി സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാർക്കിടയിൽ ഫൈനാൻഷ്യൽ അവയർനെസ്സും ഇൻവെസ്റ്റിംഗ് ശീലവും വർദ്ധിച്ചു വരികയാണ്. ഓരോ മാസവും മുടങ്ങാതെ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർ നമ്മുടെ കൂടെയുണ്ട്. ഈ പണം സ്പെക്കുലേഷൻ ഉള്ളതല്ല, മറിച്ച് ക്ഷമയോടെയുള്ള ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുക. ഈ കൂട്ടായ വിശ്വാസമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇങ്ങനെ ശക്തമായിട്ട് താങ്ങി നിർത്തുന്നത്. സാധാരണ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം എന്നുകൂടി നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു FIA DII ഫയലിനിടയിൽ നമ്മളെ പോലെയുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിന്റെ ഗതി എന്താണ്? ഒന്നാമത്തെ കാര്യം, പാനിക് ആവരുത് എന്നുള്ളതാണ്. ഫോറിനേഴ്സ് വിൽക്കുന്നു എന്ന ഹെഡ്ലൈനുകൾ കണ്ട് നിങ്ങളൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വിറ്റഴിച്ച് നഷ്ടം സഹിക്കേണ്ട ഒരു സാഹചര്യവും എപ്പോഴില്ല. കളി മാറിയിരിക്കുന്നു. അവർ വിൽക്കുമ്പോൾ വാങ്ങാൻ ഇവിടെ വേറെ ആളുകളുണ്ട്.
അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ ഒഴിവായി. രണ്ടാമതായിട്ട് നിങ്ങളുടെ SIP-കൾ തുടരുക അല്ലെങ്കിൽ തുടങ്ങുക. നിങ്ങൾ ഒരു SIP ഇൻവെസ്റ്റർ ആണെങ്കിൽ SIP നിർത്തുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നിങ്ങളുടെ SIP-കൾക്ക് അതേ തുകയിൽ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ സാധിക്കും. ഇതിനെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. ലോങ് ടൈമിൽ ഇത് നിങ്ങൾക്ക് വലിയ നേട്ടം കൊണ്ടുവരികയും ചെയ്യും. മൂന്നാമതായിട്ട് ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. മാർക്കറ്റിൽ ചാഞ്ചാട്ടം ഉണ്ടാവുമ്പോൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിലാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല മാനേജ്മെന്റ്, കുറഞ്ഞ കടം, മികച്ച ഗ്രോത്ത് സാധ്യതകൾ ഇവയൊക്കെയുള്ള കമ്പനികളെ കണ്ടെത്തുക. ഈ ഘട്ടത്തിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ സേഫ്റ്റി നൽകിയേക്കും. അതേസമയം മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ കൂടുതൽ ഫ്ലക്ച്വേഷൻസ് കണ്ടേക്കും. നാലാമതായിട്ട് ഒരു ലോങ് ടൈം വ്യൂ നിലനിർത്തുക എന്നുള്ളതാണ്. ലോങ് ടൈം മാർക്കറ്റ് ഒരു 2020 മാച്ച് അല്ല, അതൊരു ടെസ്റ്റ് മാച്ചാണ്. ദിവസേനയുള്ള കയറ്റിറക്കങ്ങളിൽ ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളുകൾ ഫോക്കസ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിന്റെ പുതിയ ഡൊമസ്റ്റിക് സ്ട്രെങ്ത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു സിഗ്നലാണ് നൽകുന്നത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്നേക്കുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഉപേക്ഷിക്കുമോ? ഇല്ല എന്നാണ് ഭൂരിഭാഗം എക്സ്പേർട്സും വിശ്വസിക്കുന്നത്. 2026 അമേരിക്കയിലെ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ കമ്പനികളുടെ വരുമാനം ഇനിയും മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും അട്രാക്റ്റീവ് ആകുകയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തിരികെ വരാൻ സാധ്യത ഒരുങ്ങുകയും ചെയ്യും. ഒരുപക്ഷെ അന്ന് അവർക്ക് ഇന്ന് വിറ്റതിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഷെയറുകൾ തിരികെ വാങ്ങേണ്ടി വരും. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ കളി ജയിച്ചത്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് തുടർന്ന ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് തന്നെ ഈ ഒരു മാർക്കറ്റിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ മുകളിലാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഫോറിനേഴ്സ് തിരികെ വന്നാലും ഇല്ലെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തുണ്ട്. ആ ഒരു കരുത്തിന്റെ ഉറവിടം വിദേശത്തു നിന്നുള്ള ഏതെങ്കിലും വലിയ ഫണ്ടുകളല്ല, മറിച്ച് രാജ്യത്തിന്റെ വളർച്ചയിൽ വിശ്വസിക്കുന്ന, എല്ലാ മാസവും തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള കോടിക്കണക്കിന് സാധാരണക്കാരാണ്. അപ്പോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ചുരുക്കത്തിൽ 2025 ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൈവിട്ടപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് തീർച്ചയായിട്ടും ഒരു വീക്ക്നെസിന്റെ ലക്ഷണമല്ല, മറിച്ച് ഇന്ത്യൻ എക്കണോമിയുടെയും ഇൻവെസ്റ്റേഴ്സിന്റെയും വർദ്ധിച്ചു വരുന്ന ശക്തിയുടെയും ഒരു കോൺഫിഡൻസിന്റെ അടയാളമാണ്. അതുകൊണ്ട് മാർക്കറ്റിന്റെ ചെറിയ മൂവ്മെന്റ് കണ്ട് പേടിക്കേണ്ട. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ ഡിസിപ്ലിനോടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂട്ടത്തോടെ തിരികെ വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പുതിയ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.